സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് സോഷ്യോളജി ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്നത്. സോഷ്യോളജിയും മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. സാമൂഹ്യശാസ്ത്രം എന്നതിൻ്റെ കീഴിൽ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ വരുന്നുണ്ട്. സോഷ്യോളജിയും ഈ വിവിധ വിഷയങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? അവ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് സാമ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പൊതുവെ ഡീൽ ചെയ്യുന്നത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നിരിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. ആദ്യം ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ടൈപ്പാണ്. ഹിസ്റ്ററി സ്റ്റഡീസ് അബൌട്ട് ദ പാസ്റ്റ് സൊസൈറ്റീസ്. ശരിയോ തെറ്റോ? ചരിത്രം ഭൂതകാല സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ശരിയാണ്. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ സയൻസ്. സോഷ്യോളജി മനുഷ്യ സമൂഹങ്ങളെ നിരീക്ഷിച്ചു പഠിക്കുന്ന ശാസ്ത്രമാണ്. ശരിയാണ്. 3. പൊളിറ്റിക്കൽ സയൻസ് കണ്ടക്ട്സ് എ സ്റ്റഡി ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. രാഷ്ട്രതന്ത്രശാസ്ത്രം മനുഷ്യ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും പഠനം നടത്തുന്നു. തെറ്റ്. പൊളിറ്റിക്കൽ സയൻസ് പഠനം നടത്തുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 26 ഇത് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഓൺലി അബൌട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 4ാമത്തെ ചോദ്യം, എ സ്റ്റഡി ഓഫ് മിഡ് ടേം ഇലക്ഷൻസ്. ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം വിൽ ബി കണ്ടക്റ്റഡ് ബൈ ഹിസ്റ്റോറിയൻസ്. അത് നടത്തുന്നത് ചരിത്രകാരന്മാരാണോ? അല്ല, അത് നടത്തുന്നത് ഫോൾസ് ആണ്. അത് നടത്തുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടവരാണ്. ഇനി സോഷ്യോളജിസ്റ്റ് കളക്ട് ദർ ഡാറ്റ ഫ്രം ആർച്ചൈവ്സ്. ഇപ്പോൾ സോഷ്യോളജിസ്റ്റുകൾ അവർക്ക് വേണ്ടുന്ന ഡാറ്റ മ്യൂസിയത്തിൽ നിന്നോ അല്ലെങ്കിൽ ലൈബ്രറിയിലെ സമാഹാരത്തിൽ നിന്നോ ആണ് ശേഖരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഫീൽഡിൽ നിന്ന് നേരിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് സോഷ്യോളജിസ്റ്റുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതി തെറ്റാണ്. ഇനി fill in the blanks with an appropriate word. Psychology is the study of dash facts. Psychology is the study of psychic facts. മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ വസ്തുതകളെ കുറിച്ചുള്ള, പിടികിട്ടാത്ത വസ്തുതകളെ കുറിച്ചുള്ള, ഭാഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണമോ പഠനമോ ആണ്. ഇനി സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ദ ഡാഷ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒക്കുപ്പൈസ്. എന്താണ് സ്റ്റാറ്റസ്? പദവി. ഒരു വ്യക്തി അവൻ കൈവശം വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ സമൂഹത്തിലെ സ്ഥാനമാനം, അതാണ് അവന്റെ സ്റ്റാറ്റസ് അഥവാ പദവി. സമൂഹത്തിലെ സ്ഥാനമാണ്, സോഷ്യൽ പൊസിഷനാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. 3. The subject that studies both biological and socio-cultural aspects of human beings is known as dash. ഒരു മനുഷ്യരുടെ ജീവശാസ്ത്രപരവും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരികപരവുമായ വശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയം ഏതാണ്? അതാണ് നരവംശശാസ്ത്രം. ജീവശാസ്ത്രപരമായിട്ടുള്ള ആ അസ്ഥികളുടെ ഘടന, അതുപോലെ തന്നെ മുടിയുടെ നിറം അല്ലെങ്കിൽ സ്കിൻ കളർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കണ്ണിൻ്റെ വലിപ്പച്ചെറുപ്പം, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അത് ബയോളജിക്കൽ ഫാക്റ്റാണ്. അതുപോലെ തന്നെ അവൻ്റെ സാമൂഹ്യ സാംസ്കാരിക വശങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് 3 കാര്യങ്ങളും പഠിക്കുന്നുണ്ട് നരവംശശാസ്ത്രം എന്ന് പറയുന്ന, ആന്ത്രപ്പോളജി എന്ന് പറയുന്ന വിഷയത്തിന് കീഴിൽ. അടുത്തത്, ഇൻ ദ ബിഗിനിങ് സോഷ്യൽ ആന്ത്രപ്പോളജി സ്റ്റഡീഡ് ഡാഷ് സൊസൈറ്റീസ്. തുടക്കത്തിൽ സോഷ്യൽ ആന്ത്രപ്പോളജി ഏതുതരം സമൂഹങ്ങളെ കുറിച്ചാണ് പഠനം നടത്തിയിരുന്നത്? ട്രൈബൽ സമൂഹങ്ങളെ കുറിച്ച് മാത്രം പഠനം നടത്തുന്ന ഒരു വിഷയം എന്ന നിലയിലാണ് സോഷ്യോളജി തുടക്കം കുറിച്ചതെങ്കിലും, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സോഷ്യോളജി എല്ലാത്തരം സമൂഹങ്ങളെ കുറിച്ച് കൂടി പഠനം നടത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. സോഷ്യോളജിസ്റ്റ് ഹാസ് മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു സർവേ മെത്തഡോളജി. സോഷ്യോളജിസ്റ്റുകൾ ആരാണ് സർവേ മെത്തഡോളജിക്ക് പണ്ടത്തെക്കാളും പുതിയ ഒരുപാട് ആശയങ്ങൾ പ്രദാനം ചെയ്തിരിക്കുന്നത്? സർവേ മെത്തഡോളജി പണ്ടുള്ളതാ, പക്ഷെ സോഷ്യോളജിസ്റ്റുകളുടെ കടന്നുവരവോട് കൂടിയിട്ട് സർവേ മെത്തഡോളജിക്ക് കുറേ പുതിയ ആശയങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ സർവേ മെത്തഡോളജിയിൽ പുതിയ കോൺട്രിബ്യൂഷൻസ് നൽകിയത്, ഗണ്യമായ സുപ്രധാനമായ കുറേ സംഭാവനകൾ നൽകിയത് സോഷ്യോളജിസ്റ്റുകളാണ് എന്നതാണ് ഫീൽ ചെയ്യേണ്ടത്. ഇനി വാട്ട് ഈസ് മെന്റ് ബൈ സോഷ്യൽ വർക്ക്? സോഷ്യൽ വർക്ക് എന്താണ്? സോഷ്യൽ വർക്ക് ഈസ് ദ പ്രൊഫഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. വ്യക്തികളെ, കുടുംബങ്ങളെ, സമുദായങ്ങളെയൊക്കെ സഹായിക്കലാണ്. എന്തിന്? ടു ഇംപ്രൂവ് ദെയർ വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അവരുടെ ക്ഷേമം, അവരുടെ ജീവിത ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വ്യക്തികളെയും കുടുംബങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ സഹായിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ജോലിയെ പറയുന്ന പേരാണ് സാമൂഹ്യ പ്രവർത്തനം, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ വർക്കേഴ്സ് അഡ്രസ് വേരിയസ് സോഷ്യൽ ഇഷ്യൂസ്. സാമൂഹ്യ പ്രവർത്തകര് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ സംബോധന ചെയ്യാറുണ്ട്.
They support, advocate and try to empower these weaker sections of the society. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ പിന്തുണയ്ക്കുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും അവരെ ശക്തിപ്പെടുത്തുവാനുമാണ് ഇവർ കൂടുതലായിട്ടും ശ്രമിക്കുന്നത്. മെയിൻ ഏരിയാസ് വേർ സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ആർ, സോഷ്യൽ വർക്കേഴ്സ് ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന്, ദാരിദ്ര്യം. ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ആസ് റിസോഴ്സസ് ആൻഡ് സർവീസസ് ടു ഓവർകം പോവർട്ടി. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ വേണ്ടി വ്യക്തികൾ, സമൂഹങ്ങൾ, സമൂഹത്തിലെ കുടുംബങ്ങൾ ഇവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അസമത്വം, ഇനീക്വാലിറ്റി, അതും സോഷ്യൽ വർക്കേഴ്സ് കൈകാര്യം ചെയ്യുന്ന, അഡ്രസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അഡ്രസ്സിങ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ഈക്വാലിറ്റി ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് സാമൂഹ്യ അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യുക, പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ സമത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുക എന്നതും മൂന്നാമത് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന മൂന്നാമതൊരു കാര്യമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ആരോഗ്യം, ക്ഷേമം, ശാരീരികമായിട്ടുള്ള സുഖാവസ്ഥ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. സപ്പോർട്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ചാലഞ്ചസ്. കാരണം ശാരീരികവും ഭൗതികവും മാനസികവും വൈകാരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ, ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് ശാരീരികവും മാനസികവും അതുപോലെ തന്നെ വൈകാരികവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സുസ്ഥിതിയാണെന്നാണ്. അപ്പോൾ ഹെൽത്ത്, വെൽബീയിങ്, ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന മേഖലയിലും സോഷ്യോളജിസ്റ്റുകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും സോഷ്യൽ വർക്കേഴ്സിന്. അതായത് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ, കുട്ടികളെ സംരക്ഷിക്കുക, സപ്പോർട്ടിങ് ഫാമിലീസ്, കുടുംബങ്ങളെ പിന്തുണയ്ക്കുക, ആൻഡ് പ്രൊമോട്ടിങ് ഹെൽത്തി റിലേഷൻഷിപ്സ്, ആരോഗ്യകരമായ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന മേഖലയിലും സോഷ്യൽ വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്? ബിൽഡിംഗ് സ്ട്രോങ് കമ്മ്യൂണിറ്റീസ്, ശക്തമായ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്തെടുക്കുക ത്രൂ എംപവർമെന്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ശാക്തീകരണത്തിലൂടെയും അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങിലൂടെയും ഒക്കെ. ഇനി എംപവർമെന്റ് എന്താണ് ശാക്തീകരണം? എംപവർമെന്റ് enabling individuals and communities to take control of their lives. വ്യക്തികളെയും സമൂഹങ്ങളെയും അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് സഹായിക്കുക എന്നതാണ് എംപവർമെന്റ് അഥവാ ശാക്തീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തികളെയും സമൂഹങ്ങളെയും, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അവന് തന്നെ ഇറങ്ങാനുള്ള ധൈര്യവും കരുത്തും നൽകുക, അത് അവനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അവന്റെ ജീവിതത്തിലെ വഴി തിരിച്ചു വിടുവാനായിട്ട് അവന് കഴിയുക, അവന്റെ പ്രവർത്തനങ്ങളെ. ഇത് വ്യക്തിക്ക് മാത്രമല്ല, ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, കമ്മ്യൂണിറ്റികൾക്കൊക്കെ ഇത് സാധിക്കണം. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, പ്രൊമോട്ടിംഗ് ഫെയർനെസ്, ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, നീതിനിഷ്ഠത, അതുപോലെ തന്നെ മനുഷ്യാവകാശം, അതുപോലെ തന്നെ തുല്യത. ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന മേഖലയിൽ സോഷ്യൽ വർക്കിന് പ്രാധാന്യമുണ്ട്. ക്ഷേമം, അതിന് സോഷ്യൽ വർക്കിന് പ്രാധാന്യമുണ്ട്. എൻഹാൻസിങ് ദ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും നല്ല ഗുണമേന്മയുള്ള ജീവിതം പ്രദാനം ചെയ്യുക. അവരുടെ സമഗ്രമായ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗുണമേന്മ വർദ്ധിപ്പിക്കുക. എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക, അതാണ് ക്ഷേമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ഷേമം വർദ്ധിപ്പിക്കുക, ഇതൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് തീർച്ചയായിട്ടും കടന്നു ചെല്ലാവുന്ന മേഖലകളാണ്. അവരുടെ ജോലിയുടെ രീതി അതാണ്. ഇനി എക്കണോമിക്സ് എക്കണോമിക്സ് ഒരു ശാസ്ത്രമാണെന്ന് നമുക്കറിയാം. സോഷ്യോളജി പോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ശാസ്ത്രം. ആ എക്കണോമിക്സ്, പക്ഷേ സോഷ്യോളജി എന്ന വിഷയത്തിൽ എക്കണോമിക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സമൂഹവുമായി ബന്ധപ്പെടുത്തി വേണം ഉത്തരം നൽകാനായിട്ട്. സമൂഹത്തിലെ പല കാര്യങ്ങളും, മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ പല രീതിയിലും എക്കണോമിക്സും സോഷ്യോളജിയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളാണ്. മനുഷ്യന്റെ സമൂഹത്തിലെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. പണം ഇല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പത്ത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവൻ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഇന്നത്തെ കാലത്ത് പണം എന്നത് സമ്പത്താണ്. മറ്റൊരു കാലഘട്ടത്തിൽ പണം എന്നത് കന്നുകാലി സമ്പത്തായിരുന്നു. ഓക്കെ, അതിനു മുമ്പ് നെല്ലോ അല്ലെങ്കിൽ അസ്ത്രമോ ഒക്കെ ആയിട്ട് സമ്പത്തിനെ സ്വരുക്കൂട്ടി വയ്ക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ സാമ്പത്തിക ശാസ്ത്രം വളരെ പ്രധാനമാണ് മനുഷ്യ സമൂഹത്തിന്റെ സുസ്ഥിതിക്ക്. സോ എക്കണോമിക്സ് സ്റ്റഡീസ് ദ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് എക്കണോമിക്സ് ഉൽപാദനം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, എക്സ്ചേഞ്ച്, വിനിമയം എന്നിങ്ങനെയുള്ള വശങ്ങള് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പം തന്നെ ഉപഭോഗം, കൺസംഷൻ, സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന ഉൽപാദനവും വിതരണവും വിനിമയവും ഉപഭോഗവും എല്ലാം നടക്കുന്നുണ്ട്.
പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, കൺസംഷൻ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങളെ കുറിച്ച് എക്കണോമിക്സ് പഠിക്കുന്നു. എക്കണോമിക്സ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഒബ്സർവേഷൻ ദാറ്റ് ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ ദിസ് സൊസൈറ്റി ആർ ലിമിറ്റഡ്. സാമ്പത്തിക ശാസ്ത്രം ഒരു നിരീക്ഷണത്തോടുകൂടി ആരംഭിക്കുന്നത് വിഭവങ്ങൾ വളരെ പരിമിതമാണ്, ഈ ഭൂമിയിലെ വിഭവങ്ങൾ കുറവാണ്, അതുകൊണ്ട് എന്നാൽ മനുഷ്യന് അൺലിമിറ്റഡ് ആയ വാൺസും ഉണ്ട്. ഈ അൺലിമിറ്റഡ് ആയ വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ, പണമോ ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് വസ്തുവകകളോ അവന്റെ കയ്യിൽ ഉണ്ടോ? ഇല്ല. വിഭവങ്ങൾ പരിമിതമാണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. പക്ഷെ ലിമിറ്റഡ് ആയ റിസോഴ്സസ് ഉണ്ടെങ്കിൽ പോലും അവന്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, അൺലിമിറ്റഡ് ആണ്, അപരിമിതമായ ആവശ്യങ്ങൾ. അപ്പോൾ ഇത് തമ്മിൽ ബാലൻസ് ചെയ്യേണ്ടി വരും. സോ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് ട്രൈ ടു ബാലൻസ് ബിറ്റ്വീൻ ദ ടു. ഈ പരിമിതി ഒരു വശത്ത് നിൽക്കുന്നു, പക്ഷേ ആവശ്യങ്ങൾക്ക് പരിധി ഇല്ലാത്ത അതിന്റെ മറുവശത്ത്. ഇവ തമ്മിൽ പൊരുത്തപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് കുറവാണെന്ന് പറയുമ്പോൾ മറ്റൊന്ന് കുറെ അധികം വേണമെന്ന് പറയുന്നു. ഈ കുറവാണ് എന്ന് പറയുന്നത് കുറെ അധികം വേണമെന്ന് പറയുന്നത് തമ്മിൽ പൊരുത്തപ്പെടുത്തുക, ബാലൻസ് ചെയ്യുക, ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. സോ അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡ് റിസോഴ്സസും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന് പഠിപ്പിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. എക്കണോമിക്സ് കോൺസെൻട്രേറ്റ്സ് ഇറ്റ്സ് സ്റ്റഡി ഓൺ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മനുഷ്യന്റെ പെരുമാറ്റത്തെയും സമൂഹത്തെയും കുറിച്ച് പഠിക്കുന്ന വളരെ പരസ്പരബന്ധിതമായ മേഖലകളാണ് ഒരു വശത്ത് സാമൂഹ്യ ശാസ്ത്രവും മറുവശത്ത് സാമ്പത്തിക ശാസ്ത്രവും. അപ്പൊ സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും പരസ്പരം ബന്ധിതമാണ്. സമൂഹത്തിലെ ഉൽപാദനം, വിതരണം, കൈമാറ്റം, ഉപഭോഗം അഥവാ കൺസംഷൻ. വിതരണം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനാണ്, കൈമാറ്റം എന്ന് പറഞ്ഞാൽ വിനിമയമാണ്, ഉൽപാദനം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനാണ്. ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന വശങ്ങളാണ്. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങൾ പരിമിതമാണെന്നും അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണെന്നും ഉള്ള കാര്യം സർവേ നടത്തി അല്ലെങ്കിൽ നിരീക്ഷിച്ച് എംപിരിക്കലായിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാമ്പത്തിക ശാസ്ത്രം തിരിച്ചറിയുന്നു. അങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തുടക്കം അങ്ങനെയാണ്. അതിനാൽ വ്യക്തികളും സമൂഹങ്ങളും രണ്ടിനുമിടയിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് പരിധിയില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, ഇവർ രണ്ടും തമ്മിലാണ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം അതിന്റെ പഠനം സാമ്പത്തിക സ്ഥാപനങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓർ ഇക്കണോമിക് സിസ്റ്റംസ് ഡു ദ ഇക്കണോമിക്സ് സ്റ്റഡി? ഏതൊക്കെ തരം ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പഠിക്കുന്നത്? ആധുനികമായ സാമ്പത്തിക വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മോഡേൺ ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള അതിസങ്കീർണമായ സാമ്പത്തിക സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അർബൻ സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ എക്കണോമികളെ കുറിച്ച് എക്കണോമിസ്റ്റുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. വിച്ച് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ സോഷ്യോളജിസ്റ്റ് ഫോർ ദർ സ്റ്റഡി? സോഷ്യോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിന് ഏത് രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻഡക്റ്റീവ് മെത്തേഡാണ് സോഷ്യോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിന് സ്വീകരിക്കുന്നത്. ഏതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും? എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്? പർട്ടിക്കുലർ ടു ജനറൽ തിയറിയാണ്. ഒരു പർട്ടിക്കുലറായ കുറച്ച് കേസുകൾ സ്റ്റഡി ചെയ്തിട്ട് ആ കേസുകളിൽ ഒരു പാറ്റേൺ ഫോർമുലേഷൻ ഉണ്ടെങ്കിൽ, ഒരു പൊതു സ്വഭാവം കാണുന്നുണ്ടെങ്കിൽ ആ പൊതു സ്വഭാവം വെച്ചിട്ട് ഒരു ജനറൽ തിയറി ഉണ്ടാക്കുന്ന രീതിയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽ കേസസ് ഓരോ വീടാന്തരം കയറി സർവേ എടുത്ത് നോക്കുമ്പോൾ ഇവരെ ഇൻഡിവിജ്വൽ കേസ്, ആ ഓരോ ഇൻഡിവിജ്വൽ കേസുകളിലും സർവേ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവയിലൊക്കെ പൊതുവായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള തീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നമുക്കൊരു ജനറൽ തിയറി ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രീതി കൂടി ഉണ്ട്, ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് ജനറൽ തിയറി, ആദ്യം തിയറി ഉണ്ടാക്കും, എന്നിട്ട് ആ തിയറി എന്ത് ചെയ്യുന്നുണ്ട്, പർട്ടിക്കുലർ കേസുകളിൽ ആപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കുന്ന രീതി. ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് രീതിയാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് ഏറ്റവും തിരിച്ചാണ്. ആദ്യമേ തിയറി പറയുന്നല്ലേ, തിയറി പറയുന്നത് അവസാനമാണ്. അപ്പൊ പർട്ടിക്കുലറായ ഇൻഡിവിജ്വൽ കേസുകളാണ് ആദ്യം നോക്കുന്നത്. അതായത് ഇതിനെ പറയുന്ന ബോട്ടം അപ്പ് അപ്രോച്ച് എന്നും കൂടെ പറയും. അതൊന്നാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയും. എന്താണ് ഇവിടെ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ പ്രത്യേകത? ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് നമുക്ക് സോഷ്യോളജി പഠനത്തിന് സ്യൂട്ടബിൾ ആകുന്ന ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഒബ്സർവേഷൻ ഉണ്ട്, പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, എന്നിട്ട് വേണം പാറ്റേണുകളെല്ലാം എടുത്തു വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതായത് കളക്ടിങ് ഡാറ്റ ത്രൂ ഒബ്സർവേഷൻ, വ്യക്തികളെ നിരീക്ഷിക്കുന്നതിലൂടെ, ഇന്റർവ്യൂസിലൂടെ, മറ്റു രീതികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ശേഖരിക്കുന്നു. ദെൻ പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ, ഐഡന്റിഫൈങ് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ് ഇൻ ദ ഡാറ്റ. ആ ഡാറ്റയിൽ പാറ്റേൺസും റിലേഷൻഷിപ്പും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അടുത്ത തിയറി ഡെവലപ്മെന്റ് ആണ്, ഡെവലപ്പിംഗ് തിയറീസ് ഓർ ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ് ഒബ്സർവ്ഡ്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ അപ്ലൈഡ് സോഷ്യോളജി? എന്താണ് അപ്ലൈഡ് സോഷ്യോളജി? അപ്ലൈഡ് സോഷ്യോളജി refers to the practical application of social theories
സമൂഹ ശാസ്ത്രത്തിലെ തിയറീസ്, കോൺസെപ്റ്റുകൾ, മെത്തേഡുകൾ ഇതിനെയൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങൾ, റിയൽ വേൾഡിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യോളജിയിൽ നാളിതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നതാണ് അപ്ലൈഡ് സോഷ്യോളജി.